ജനം ടിവിക്കെതിരെ CPM നേതാവ് പി ജയരാജൻ. ജയരാജന്റെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം ജനം ടിവി വാർത്തയാക്കിയതാണ് പ്രകോപന കാരണം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമെന്ന് ആരോ ജനം ടിവിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് സമൂഹമാധ്യമത്തിലാണ് ജയരാജന്റെ വിമർശനമുണ്ടായത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ഭക്തിയൊക്കെ ഉള്ളിലുണ്ട്, പക്ഷേ നാട്ടുകാർ അറിയരുത്. അങ്ങനെയാണ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിന് ഇന്നലെ എത്തുന്നത്. ഇതിനു മുൻപ് CPMൽ വലിയൊരു വിവാദമുണ്ടായിട്ടുണ്ട്. അത് കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ്. അതൊരു പൂമൂടൽ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഏതാണ്ട് ഒരു 10-15 വർഷം മുമ്പാണ് അത്തരത്തിൽ വലിയ വിവാദമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ വിവാദത്തിന്റെ മുൻപന്തിയിൽ നിന്ന ഒരാളാണ് പി ജയരാജൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ പി ജയരാജൻ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരിക്കുന്നു. പക്ഷേ ജനം ടിവിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ പി ജയരാജൻ ശ്രമിക്കുന്നത്. വിവരങ്ങൾ നീലിമ, ഈ പി ജയരാജന്റെ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്ര ദർശനം, ശ്രീകുരുമ്പ ക്ഷേത്രത്തിലെ ദർശനം, അത് വാർത്തയായതോടുകൂടി തന്നെ നിരവധി പേർ അതിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടിയിൽ നിന്നടക്കം ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായതായിട്ടാണ് നമുക്ക് വിവരം. അങ്ങനെ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പി ജയരാജൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫേസ്ബുക്കോടുകൂടി തന്നെ പോസ്റ്റോട് കൂടി തന്നെയുള്ളൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്, പ്രകോപനപരമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നത് നിഷിദ്ധമെന്നാണ് ജനം TV പറയുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. ആ ക്ഷേത്ര ദർശനം നടത്തിയ സമയത്ത് അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികളോടും ദേവസ്വം ബോർഡിൻ്റെ ആളുകളോടും ഈ ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് നമ്മൾ വാർത്തയാക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇപ്പോൾ പ്രതികരണവുമായി ജനം TVക്കെതിരെ പ്രകോപനവുമായി ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പൂമൂടലുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ വിവാദമുണ്ടാകുന്നത്. അന്ന് അദ്ദേഹം പൂമൂടലിന് അവിടെ പേര് രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരികയും വലിയ രീതിയിൽ വിവാദമാക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ പണ്ട് ജയരാജൻ എന്ന തരത്തിലുള്ള പി ജയരാജൻ എന്ന തരത്തിലൊക്കെ ചില വാർത്തകളൊക്കെ ഒരു ഭാഗത്ത് പ്രചരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പി ജയരാജനും ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ്. അതായത് പ്രത്യക്ഷത്തിൽ ഇവരെല്ലാവരും, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാവരും ഹൈന്ദവ ആചാര അനുഷ്ഠാന പദ്ധതികളോടും സമ്പ്രദായങ്ങളോടുമെല്ലാം എതിര് പറയുകയും അതിനെ കുറ്റപ്പെടുത്തുകയും അതിനെ ഇല്ല എന്ന് പറയുകയും ഈ സനാതന ധർമ്മത്തെ നിഷേധിക്കുകയും ഒക്കെ ചെയ്യും. രഹസ്യമായി ഇത്തരത്തിൽ ക്ഷേത്ര ദർശനങ്ങൾ പതിവായി സന്ദർശിക്കുക, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ സന്ദർശിക്കുകയും അവിടെ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു രീതി നിലകൊള്ളുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പഴയ ഒരു സിനിമയിൽ ഇത് ഇത്തരത്തിൽ ഈ രീതിയെ തുറന്നു കാട്ടി പറയുന്നുണ്ട്. സത്യനന്ദിക്കാണ്ട് ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇവർക്കാർക്കും പ്രത്യക്ഷത്തിൽ ഇത് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ദർശനം നടത്തുന്നു എന്ന് തുറന്നു പറയാൻ മടിയാണ്. എന്നാൽ മറ്റ് ഈ പാർട്ടിയിലെ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെയുള്ള CPMലെ തന്നെയുള്ള ഇതര മതവിഭാഗങ്ങളെല്ലാം അവരുടെ ആചാര അനുഷ്ഠാന കാര്യങ്ങളെ ഒരു ഭാഗത്ത് കൊണ്ടുപോവുകയും മറുഭാഗത്ത് പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. എന്നാൽ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള പാർട്ടി സഖാക്കൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ നിയന്ത്രണമുള്ളത്. അവർ ക്ഷേത്രങ്ങളിൽ പോകാറില്ല. മാത്രമല്ല ക്ഷേത്രങ്ങളെയും ശബരിമലയായാലും ശരി, ഗുരുവായൂർ ക്ഷേത്രത്തെ ആയാലും ശരി, നിരന്തരം വിമർശിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ജനം TV ഇത് തുറന്നു കാട്ടുന്നത്. അല്ലാതെ ജയരാജൻ ഈ ക്ഷേത്ര ദർശനം നടത്തിയത് വലിയ സംഭവമായതുകൊണ്ടല്ല. പക്ഷേ നിരന്തരം ഹൈന്ദവ സമൂഹങ്ങളെ അടച്ചാക്ഷേപിക്കുകയും പാർട്ടിയിലെ സഖാക്കന്മാർക്ക് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ നടപടി നേരിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുകയും മറുഭാഗത്ത് ഈ സഖാക്കന്മാർ തന്നെ, ഈ നേതാക്കന്മാർ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യും. അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യും. ഈ ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ തുറന്നു കാട്ടുന്നത്. അത് തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും ജനം TV, അത് തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും. അതിൽ എത്ര പ്രകോപിതനായിട്ടും ജയരാജൻ പ്രകോപിതനായിട്ടും കാര്യമില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്തകൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ജയരാജന്റെ പ്രതികരണവും വന്നിരിക്കുന്നത്. ഓക്കെ പ്രശാന്ത്, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയം നിഷിദ്ധമല്ല, കൊടുങ്ങല്ലൂർ എത്തിയത് പുസ്തകരചനയുടെ ഭാഗമായിട്ടാണ് എന്നാണ് പി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്.